ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഒരു മിനി വ്ളോഗും ആയിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസ ഒന്നുമില്ല. അപ്പോഴേക്കും ഉമ്മ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആയതുകൊണ്ട് ഉമ്മ ആദ്യം ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനുള്ള തേങ്ങ ചിരവാണ്. കാന്താരി മുളക് അരച്ചാണ്ടാണ് കേട്ടോ ചട്നിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് കിട്ടൂലേ. അങ്ങനെ ഉമ്മ തേങ്ങയും മുളകൊക്കെ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്കും അനിയനും ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അരക്കാനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മദ്രസയിൽ 7ലാണ് കേട്ടോ. അനിയൻ മദ്രസയിൽ 3ലുമാണ്. അങ്ങനെ ഉമ്മ ചട്നി ഉണ്ടാക്കാനുള്ള എണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഇട്ട് അതൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. ഞാനിനി സ്കൂളിൽ 9ലേക്കും അനിയൻ സ്കൂൾക്ക് 3ക്കുമാണ് കേട്ടോ. അങ്ങനെ ഉമ്മ പാനിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണേ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചട്നിയൊക്കെ തെളിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും പാടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ച ചായയിലോട്ട് മധുരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമുക്കൊന്ന് മധുരം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കാതെ ചട്ടിയിലോട്ട് എണ്ണ പുരട്ടി കൊടുക്കാം കേട്ടോ. ഇനി ചട്ടി ചൂടായിട്ട് ദോശ ചുടാം. അങ്ങനെ നമ്മൾ ദോശക്കുള്ള മാവ് പാരുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനും അനിയനും കൂടി ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അനിയനങ്ങനെ ഒറ്റയ്ക്കൊന്നും ചായ എടുക്കൂല കേട്ടോ. അവനാരേലും വായിലോട്ട് വെച്ച് കൊടുക്കണം. ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ വെറുതെ എൻ്റെ കൂടെ വന്നിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആടാക്ക് പൊന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. ഉച്ചരിഞ്ഞ മഴ ആയതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയത്. അങ്ങനെ ഞാൻ പോയപ്പോൾ ഒരു പേരക്കുമരം കണ്ട് മൂത്ത ഉണ്ടോ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ മൂത്ത എടുക്കാൻ പോയൊന്നുമില്ല. അങ്ങനെ ഞാൻ തോടിൻ്റെ അവിടെ എത്തിയാൽ നമുക്കൊന്ന് അവിടെ നിന്ന് ഇറങ്ങി നോക്കാം കേട്ടോ ഗൈസ്. ഇപ്പം അധികം തോട്ടിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. ഇനി അധികം മഴയൊക്കെ കൂടിയാൽ തോനെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിന് കുളിക്കാനൊന്നും തോട്ടിലേക്ക് വരവില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം അങ്ങനെ തോട്ടിലോടൊക്കെ ഒന്ന് ഇറങ്ങി നിന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ കണ്ട കല്ലുമ്മന്നിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഗൈസ്. ഞങ്ങളങ്ങനെ വയലിലൂടെയൊക്കെ പോകുന്നു. ഇവിടെ ആദ്യം നല്ല കവുങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മുഴുവൻ മുറിച്ച് മാറ്റിയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കാണാം. അവിടെ അങ്ങനെ ഒരു ടെൻറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോവാണ് ഞാൻ. അങ്ങനെ അവിടെ ടെൻറ്റിൻ്റെ അടുത്തെത്തി. ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് എന്തിനുണ്ടാക്കിയാന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടായിരുന്നു. എൻ്റെ ബാക്കിലൊക്കെ കണ്ട ഈ കവുങ്ങൊക്കെ ഇവിടെ മുറിച്ച് മാറ്റിയതാണ് കേട്ടോ. ഇത് കവുങ്ങും നമ്മൾ ഓലക്കൊടിക്കൊക്കെ എടുക്കുന്ന പട്ടയും കൊണ്ടും സീറ്റും കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരു ടെൻറ്റാണ് കേട്ടോ ഇത്. ഞാൻ ഇവിടെ നോക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിലെ വെള്ളം നല്ല ലൈറ്റ് ഗ്രീനായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനിയും തൊട്ടടുത്തായിട്ട് നല്ല വൃത്തിയാക്കിയ ചാലുണ്ട് കേട്ടോ. ഇതിലെ വെള്ളം കാണാനും നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇവിടെ ഇപ്പോൾ കണ്ട ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. ആദ്യം ഇവിടെ കവുങ്ങൊന്നുമുള്ള പോലെ തോന്നിക്കുന്നില്ല കേട്ടോ. വയലിൽ കിണർ കുഴിച്ചതുകൊണ്ടാവാം എളുപ്പം വെള്ളം കണ്ടത്. പിന്നെ അധികം ആഴമൊന്നുമില്ല കണ്ടിട്ട്. ഇതിനപ്പുറത്തൊക്കെ ഒരുപാട് കവുങ്ങുണ്ട് കേട്ടോ. ഇവിടെ മാത്രമാണ് നിരത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ ആദ്യം ഞങ്ങൾ ആടുകൾക്ക് തീറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഇപ്പം ഞാനൊന്നുമില്ലല്ലോ. ഞാൻ പിന്നെ അവിടെ കൂട്ടിയിട്ട കവുങ്ങുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. പച്ചക്കവുങ്ങാണ് കേട്ടോ അധികം. പിന്നെ ഞാൻ അതിലൂടെ ഒന്ന് പോന്നപ്പോൾ പൈനാപ്പിൾ ചെടികൾ കണ്ടിട്ടോ. ഞാൻ വെറുതെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് നോക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ അതിനിടയിൽ ആടാക്കൊക്കെ തീറ്റ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും അനിയനും കൂടെ അവിടെ കണ്ട കാന്താരി മരത്തുമെന്ന് കുറച്ച് കാന്താരികൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിന് അരിമുളക് എന്നാണ് കേട്ടോ പറയാറ്. ഇത് വൈറ്റ് കളറുള്ള മുളകുകളാണ്. ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ.
ഞങ്ങളവിടെയൊക്കെ ഇതിന് കാന്താരി, ചീനാപ്പറങ്കി എന്നൊക്കെ പറയും. നിങ്ങളവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇതിനിടയിലൂടെ കുറേ വാഴച്ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നട്ടതാണ് ഇതൊക്കെ. അങ്ങനെ ഒരുപാട് കാന്താരികൾ പറിച്ചെടുത്തു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.